ഓരോ ദേവസങ്കല്പങ്ങളുമുണ്ട്. പക്ഷെ ഓരോ ദേവസങ്കല്പങ്ങൾക്കും ഓരോ നാമവിശേഷങ്ങളുമുണ്ട്. ആ നാമവിശേഷങ്ങളിലൂടെ പോകുമ്പോൾ മാത്രമാണ്. ശാസ്താക്ഷേത്രങ്ങൾ വേറെയുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ചെല്ലേണ്ട, രജോ ഗുണത്തെ പൂർണ്ണമായിട്ടും ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന, സസ്യലോകത്തിനും മണ്ണിനും മാത്രം പ്രാധാന്യമുള്ള, എന്തിന് ജലത്തിനെ പീഠത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശബ്ദത്തെ ജനിപ്പിക്കുന്ന, ചന്ദ്രലോകത്തിൻ്റെ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരത്തെ പീഠത്തിൽ ഉറപ്പിച്ച് ലോകമാതാവിനെ ഈ ദ്രാവിഡ ദേശത്തിൻ്റെ പീഠമായിട്ടുള്ള ശബരിപീഠത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയുന്നുണ്ട്. അത് അറിയേണ്ടത് നാസ്തികവാദികളും നമ്മുടെ ഭക്തജനങ്ങളും അറിയേണ്ട ഒരു കാര്യം ഇതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളുടെ വിഗ്രഹങ്ങൾ ഒറ്റ നോട്ടത്തിൽ തന്നെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ അർത്ഥത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതുവരെ ആരും വിഗ്രഹിച്ച് പറഞ്ഞതായിട്ട് അറിയില്ല. ഇത് ത്രേത സിദ്ധാന്തത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ല, ആകപ്പാടെ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, അതുകൊണ്ട് പറ്റില്ലെന്നാണ്. എന്താണ് നൈഷ്ഠിക ബ്രഹ്മത്വം എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരു വേദഗ്രന്ഥത്തിലും അറിയില്ല. അപ്പോൾ അത് അങ്ങിത് പറയുമ്പോൾ അങ്ങിത് എവിടുന്നാണ് അങ്ങേക്ക് ഇത് സിദ്ധിച്ചതെന്ന് പോലും അതും കൂടെ അങ്ങ് പറയേണ്ടി വരും. ഈ ആദ്യ വേദാന്ത വേദ്യവാക്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നത്. ഈ ശ്രീരാമ സിദ്ധാന്തമാണ് നമ്മളുടെ ക്ഷേത്ര സംവിധാനങ്ങളെ ഇത്രയും ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തി. ആ സിദ്ധാന്തമാണ് നമ്മൾ റിയോപ്പൺ ചെയ്തിരിക്കുന്നത്. അവിടെ വരുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം എന്തുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഇന്ന ആചാരങ്ങൾ. ശ്രീരാമ സിദ്ധാന്തം അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ശ്രീരാമ സിദ്ധാന്തം എവിടെയുണ്ടായി, എന്നുണ്ടായി, അതെങ്ങനെ ഉണ്ടായി, അത് നമുക്ക് പകർന്ന് കിട്ടിയിട്ടില്ലല്ലോ. പകർന്ന് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാണ് മനസ്സിലാകാതെ വന്നത് അങ്ങ് പറയുമ്പോൾ. അപ്പോൾ എവിടെയാണ് നഷ്ടപ്പെട്ടത്, അല്ല എവിടെയാണ് പോയത്, പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ കൈവശം ഇല്ലാഞ്ഞിട്ടാണോ ഉണ്ടായിട്ടാണോ ഇത് ഈ കോടിക്കണക്കായ വിശ്വാസികൾക്ക് വേറൊരു തരത്തിലുള്ള ഒരു വിശ്വാസം ഉള്ളിൽ കടന്നുകൂടിയിരിക്കുമല്ലേ? അതെ. അപ്പോൾ അതിനെ ആ അജ്ഞതയെ മാറ്റണമല്ലോ. തീർച്ചയായും മാറുമ്പോഴേ ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരവാകുള്ളൂ, സന്തോഷമാകുള്ളൂ ജനങ്ങൾക്ക്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം? ശ്രീരാമ സിദ്ധാന്തത്തിൻ്റെ മിഥിലയിൽ ശ്രീരാമൻ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ത്രേത സിദ്ധാന്തം. പാപത്രയങ്ങളായിരുന്ന ആധ്യാത്മികം, ആദിഭൗതികം, ആദിജൈവികം എന്ന് പറയുന്ന പാപത്രയത്തിൻ്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച ആ ത്രേത സിദ്ധാന്തം 5000 പേരുടെ, അതായത് 5000 പണ്ഡിതന്മാരുടെ, ഈ 3 വിഭാഗത്തിലും പെട്ട ഈ ആധ്യാത്മികം, ആദിഭൗതികം, ആദിജൈവികം എന്ന് പറയുന്ന പാപത്രയങ്ങൾ പേറുന്ന 3 തരത്തിലുള്ള മഹാപണ്ഡിതന്മാരുടെ സദസ്സിനെ തല തരിപ്പിച്ച് തല കുനിപ്പിച്ച് അവതരിപ്പിച്ച സിദ്ധാന്തമാണ് ത്രേത സിദ്ധാന്തം. ആ സിദ്ധാന്തമാണ് വിദേഹം എന്ന് പറയുന്ന യുദ്ധം സംഭവിച്ച് ഉടലുകളില്ലാത്ത അംഗപരിമിതര് പെരുകിയ വിദേഹം എന്ന് പറയുന്ന മിഥിലയെ സീമന്തമണിയിച്ച സിദ്ധാന്തമാണ്. വിദേഹ രാജ്യത്തിന്റെ വിദേഹം എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണല്ലേ? ഉടലില്ലാത്തവരുടെ ദേശം. ഭൗതികവാദത്താൽ യുദ്ധ കൊതി കൊണ്ട് ക്ഷത്രിയ വീരത്താൽ പുരുഷന്മാരുടെ ഉടലുകൾ നഷ്ടപ്പെട്ട് അംഗപരിമിതര് പെരുകിയ നാടായിരുന്ന മിഥിലയെ സീമന്തമണിയിച്ച ത്രേത സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിട്ടാണ് പരശുരാമൻ ആയുധം താഴെ വയ്ക്കുന്നത്. മിഥിലയിൽ നിന്നും വിവാഹം കഴിഞ്ഞ് തിരിച്ച് ദശരഥ സമേതം അയോധ്യയിലേക്ക് പോകുമ്പോഴാണ് പരശുരാമൻ ഇത് കേൾക്കാനുള്ള യോഗമുണ്ടായത്. 21 വട്ടം ഭൂർലോകം എന്ന് പറയുന്ന ഏഷ്യാ ഭൂഖണ്ഡത്തിൽ ചുറ്റി നടന്ന ക്ഷത്രിയ വീര്യത്തിനെതിരെ ക്ഷത്രിയ യുദ്ധം നടത്തി കൊന്നൊടുക്കിയ ആ യുദ്ധക്കുതിയനായിട്ടുള്ള പരശുരാമൻ്റെ ആയുധത്തെ താഴെ വെപ്പിച്ച് നിത്യതപസ്സിനായിട്ട് വിട്ട് ജ്ഞാനോദയം സാധ്യമാക്കി കൊടുത്ത ആ സിദ്ധാന്തമാണ് നമ്മൾ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ത്രേത സിദ്ധാന്തം. അത് ഓപ്പണാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവൻ എങ്ങനെയാണ് ജനിക്കുന്നത്, ജീവൻ എങ്ങനെയാണ് മരിക്കുന്നത്, എന്താണ് സംഖ്യാശാസ്ത്രത്തിന് അടിസ്ഥാനം, എന്താണ് അക്ഷരങ്ങൾ പിറവി കൊണ്ടതിന് അടിസ്ഥാനം എന്ന് തൊട്ട് തുടങ്ങിയാൽ മുഴുവൻ ദേവസങ്കല്പങ്ങളും എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങയുടെ കയ്യെഴുത്ത് പ്രതിയായിട്ടുള്ള ആ പ്രണവവേദയ്ക്കകത്ത് ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി വച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മുടെ വേദങ്ങളിലുണ്ട്.
നമ്മുടെ വേദങ്ങൾ, വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. ആ അറിവിനെ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് രാമൻ പറയുന്നത്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് തൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്നവര ആചാര്യരൂപഹരേ നാരായണായ. അദ്ദേഹമാണ് ആദ്യ വേദാന്ത വേദ്യവാക്യനായിട്ടുള്ള സീതാപതി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ് ദ്രാവിഡ ദേശത്തെ പിടിച്ചു നിർത്തുന്ന സിദ്ധാന്തം. എങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തെ, ദ്രവ്യത്തെ ഉയർത്തി നിർത്താം, ജലലഭ്യത എങ്ങനെ സാധ്യമാക്കാം, ഭൂഗർഭജലത്തെ എങ്ങനെ സാധ്യമാക്കാമെന്ന് ഭാരതത്തിൻ്റെ തിയോളജിയാണ് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുത്തത്. ആ ദൈവശാസ്ത്രത്തെയാണ് നമ്മൾ തിരിച്ച് അതേ രീതിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ശാസ്തനാണോ ചാത്തനാണോ ശാസ്താവാണോ ചെകുത്താനാണോ ഏതാണ് ശബരിമലയിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ സിദ്ധാന്തത്തിലേക്ക് വരണം. അപ്പോൾ ഈ ശബരിമലയിലെ ഈ ഇങ്ങനെ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അല്ലെങ്കിൽ രജസ്വലാസ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലാത്തൊരു വിഷയമായിട്ട് 3-4 വർഷമേ ആയുള്ളൂ. അങ്ങ് അതിനു മുമ്പ് ഈ ശബരിമല വിഷയത്തിൽ ഈ കാര്യങ്ങൾ എഴുതി പ്രണവവേദിക്കകത്തുണ്ട് അല്ലേ? അതെ അതെ ഉണ്ട്. അതെ അതെ. ശബരിമലയിലെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2 പ്രാവശ്യം എന്നെ ജനം ചാനലിൽ വാർത്താ പുലരി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യവും വളരെ പ്രധാനമായിട്ടുള്ള ഡേറ്റുകളിലാണ്, ഞായറാഴ്ചകളിലാണ് 2 പ്രാവശ്യവും ഞാൻ പോയിട്ട് ശബരിമലയിലെ വേദരഹസ്യം വളരെ കുറച്ച് മാത്രം അവിടെ പരാമർശിച്ചു. ഈ സിദ്ധാന്തത്തെ, ഈ രജസ്വല എന്താണെന്നും രജസ്വലകൾക്ക് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശനമില്ലാത്തതെന്നും ആ രജസ്വലകൾക്ക് പ്രവേശനമില്ലാതിരിക്കുന്നതിൻ്റെ ശാസ്ത്ര രഹസ്യം എന്താണെന്നും ഇതെല്ലാം നമുക്ക് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം ചോദ്യം വരുന്നത് ആരാണ് ശിവൻ? ഉത്തരം കൊടുക്കണം. മാതൃഭാവത്തിൽ അവിടെ വരുന്ന വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം എന്താണ്? ആദ്യം വിഷ്ണു എന്താണെന്ന് പറയണം, രണ്ടാമത് വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം എന്താണെന്ന് പറയണം. അതിൽ ജനിക്കുന്ന ദുർഗാഭാവത്തിൽ ജനിക്കുന്നതാണ് ശാസ്താവ്. അതെന്താണെന്ന് പറയണം. ശാസ്താവിന് 2 വാമഭാഗമുണ്ട്, പൂർണ്ണയും പുഷ്കലയും. ആരാണെന്ന് പറയണം. സത്തികൻ സത്തിക ആരാന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് സമയങ്ങൾ ആവശ്യമാകും. അപ്പോഴാണ് ഒരു പരമ്പര പോലെ അപ്പോൾ ഈ ജനൻ ടി വി അങ്ങേ വിളിച്ചപ്പോൾ അന്ന് അദ്ദേഹം അങ്ങയോട് എന്താ ചോദിച്ചവർ? അന്നും ശബരിമല വേദരഹസ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളല്ലല്ലോ കൂടുതൽ നടക്കുക. ഞാനും വേദസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ശബരിമല നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഗണപതി മിത്താണെന്നുള്ള ഒരു വിഷയം വന്നപ്പോഴും ഇത് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം വേദസംബന്ധിയാണ്. ഇതിൻ്റെ ആൻസർ വേദസംബന്ധമാണ്. പക്ഷേ കേരളത്തിന് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള ആൻസറാണ്. കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്കും അതാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മളുടെ ഈ പ്രഭാഷണങ്ങൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അവർക്ക് രാഷ്ട്രീയമാണ് അവർക്ക് താല്പര്യം. രാഷ്ട്രീയ സംബന്ധമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ വളരെ പെട്ടെന്ന് ഗ്രോത്തിലേക്ക് വരും. നമുക്ക് തർക്കിക്കാനില്ല, നമുക്ക് സംവാദങ്ങൾക്കല്ല. സ്ഥാനമില്ലാതെയാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരോടും പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ല. ശ്രീരാമ സിദ്ധാന്തം ലോകത്തിൽ അജ്ഞതയെ നിഗ്രഹിക്കുവാനായിട്ട് അന്ധവിശ്വാസങ്ങളുടെ ലോകത്തു നിന്നും ശാസ്ത്രവിശ്വാസത്തിൻ്റെ ലോകത്തിലേക്ക്, തിയോളജിയുടെ ലോകത്തിലേക്ക്, ദൈവശാസ്ത്രത്തിൻ്റെ ലോകത്തിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരും. കാരണം ശാസ്ത്രവും സയൻസും ഒരുപോലെ ഒന്നാകുന്ന ഒരു കാലം വിദൂരമല്ല. ശാസ്ത്രസംബന്ധിയാണ് വേദം. ശാസ്ത്രവും സയൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പരീക്ഷണങ്ങളിലൂടെ, നിരീക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ സെൻസാകുമ്പോഴാണ് അത് സയൻസ് ആകുന്നത്. ഞാനീ പറയുന്ന ശിവനെ സെൻസാക്കാൻ പറ്റും, സയൻസാക്കാൻ പറ്റും. അപ്പോൾ ഞാനീ പറയുന്ന പാർവതിയെ അങ്ങക്ക് സെൻസാക്കാൻ പറ്റിയില്ലേ? അത് സയൻസ് ആയില്ലേ? ഇപ്പോൾ ആയില്ലേ? വിഷ്ണുവിനെയോ പറ്റും, എല്ലാത്തിനെയും പറ്റും. അപ്പോൾ ചണ്ഡിയും ചാമുണ്ടിയും ഭദ്രകാളിയും ഭൈരവിയും ഭുവനേശ്വരിയും വെള്ളാമ്പകുതിയും അയിലേക്ഷിയും ചെകുത്താനെയും പിശാചിനെയും ട്രാക്കുളയും യക്ഷനെയും യക്ഷിയെയും എല്ലാം അങ്ങക്ക് സയൻസാക്കാൻ പറ്റും. അറിഞ്ഞാൽ പറ്റും. പറ്റൂലേ? അപ്പോൾ സയൻസും ശാസ്ത്രവും ഒന്നാവില്ലേ അവിടെ? ഒന്നാവും. അപ്പോൾ മതങ്ങൾ ഉണ്ടാവുമോ? മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം മാത്രമല്ലേ അർത്ഥമുള്ളൂ. ഏകദൈവം, പരബ്രഹ്മം, അപരബ്രഹ്മം, മൂലബ്രഹ്മം, ബ്രഹ്മരക്ഷസ്, ജീവാത്മാവ്, പരമാത്മാവ്, ഇതെല്ലാം സയൻസാണ്. അപ്പോൾ ഇത് വരുമ്പോൾ മതങ്ങൾക്ക് സ്ഥാനം എന്തിനാണ് അഭിപ്രായം? അഭിപ്രായങ്ങൾക്കല്ലല്ലോ പ്രസക്തി, ശാസ്ത്രത്തിനല്ലേ, സയൻസിനല്ലേ പ്രസക്തി. അഭിപ്രായത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ഓരോ ഡോക്ടറുടെ അഭിപ്രായമല്ലല്ലോ നിങ്ങൾക്ക് ചിക്കൻ ഗുനിയാണെന്നുള്ള ഒരു അഭിപ്രായമല്ലല്ലോ
അല്ല. നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ മാത്രമാണ് ഓരോ കാര്യങ്ങളും സ്ഥാപിക്കപ്പെടുക. അപ്പോൾ ഈ ശബരിമല പോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അല്ല അത്തരത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ. ഇത് ലോക മാതാവിന് വേണ്ടിയിട്ട് ഈ ദ്രാവിഡ ദേശത്തെ യമകണ്ഠമായിരിക്കുന്ന, അതായത് മരണകാരണ ശക്തിയായിരിക്കുന്ന യമകണ്ഠമായിരിക്കുന്ന തമിഴകത്തെ പഞ്ചദ്രാവിഡ ദേശത്തെ വൈഷ്ണവ ശക്തിയാൽ ആരാധിച്ച് ശൈവ ശക്തിയാൽ വൈഷ്ണവ ശക്തിയാൽ അവിടുന്ന് ജീവനെ ജനിപ്പിക്കുന്ന ശാസ്ത്രമാണിത്. അതായത് ജീവകുംഭ സംഭവ സ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയിൽ ശബരിമലയും ബീജകുംഭ സംഭവ സ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയിൽ അഗസ്ത്യകൂടവും നിൽക്കുകയാണ്. അപ്പം മറ്റൊന്നുണ്ടോ എന്നുള്ളതല്ല, മറ്റൊന്ന് ആവശ്യമില്ലാന്ന് തന്നെയാണ്. ഈ ദക്ഷിണേന്ത്യയിലാണ് കാവേരി ഒഴുകുന്നത്, ഇവിടെയാണ് ശ്രീരംഗമുള്ളത്, ഇവിടെയാണ് സാക്ഷാൽ വൈകുണ്ഠപുരി. യമനെ തടുക്കുന്ന കോട്ടയാണ് ഈ പശ്ചിമഘട്ടം. ഇവിടെ നിന്നാണ് ഈ പശ്ചിമഘട്ടത്തിൻ്റെ കാവേരിയിൽ നിന്നും ജനിക്കുന്നതാണ് സാക്ഷാൽ വൈകുണ്ഠപുരി. അതാണ് ലോകത്തിൻ്റെ സ്വർഗവാതിൽ. പാലാഴി ജനിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ സത്വഗുണമുള്ള വായു ജനിക്കുന്നത് പ്രവഹിക്കുന്നത് ആ സ്വർഗവാതിലിൽ നിന്നാണ്. അതിവിടെയാണ്. പഞ്ചജനം എന്ന് പറയുന്ന പാതാള സമുദ്രം ഇവിടെയാണ്. പഞ്ചജൻ ജനിച്ചത് ഇവിടെയാണ്. തിരുവനന്തൻ്റെ പുരി ഇവിടെയാണ്. ഇത് നിസ്സാര സയൻസ് അല്ല, ഞെട്ടുന്ന ശാസ്ത്രതലമാണ്. അങ്ങിത് ഏതെങ്കിലും പ്രഭാഷണ തലങ്ങളിലോ വല്ലതും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? ഞാൻ അധികം പ്രഭാഷണങ്ങൾ ചെയ്യാറില്ല, കാരണം അതിനുള്ള സമയമില്ല. ഇനി ഇത് നമ്മളുടെ ഈ ഗ്രന്ഥം പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക, സ്നേഹത്തിന് വേണ്ടിയിട്ട്, സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട്. ജ്ഞാനത്തിൽ നിന്നാണ് സ്നേഹം ജനിക്കുന്നത്, സ്നേഹത്തിൽ നിന്നാണ് ആനന്ദം ജനിക്കുന്നത്. ആ പരമമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ആനന്ദം, ആ ചിദാനന്ദമായിരിക്കുന്ന അഗ്നിയും ആകാശവും ചേർന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ ആനന്ദം ഇവിടെ അനുഭവിക്കണമെങ്കിൽ, ഇവിടെ സ്വർഗമാണെന്ന് പറയണമെങ്കിൽ, ഇവിടെ ജനങ്ങൾക്ക് സ്വർഗീയത അനുഭവിക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് ജനങ്ങൾ തിരിച്ചു വരേണ്ടി വരും. അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ കൊന്നും വെട്ടിയും രോഗം വന്നും മരിക്കേണ്ടി വരും.